വെൽക്കം ബാക്ക് ടു ദിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത്. ആ ലാസ്റ്റ് പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അതായത് 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2,180 രൂപയാണ് വില. ഇത് എളുപ്പമാണ്, നമ്മൾ ആദ്യം തൊട്ടേ ചെയ്ത ഒരു മോഡൽ വെച്ചാൽ അല്ലേ. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2,180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2,110 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ ഓരോ ട്രോഫിയുടെയും വിലയാണ് അല്ലെ, ഓരോ മെഡലിൻ്റെയും വില എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കേട്ടല്ലോ, മനസ്സിലാണെങ്കിൽ. അപ്പോൾ ഇവിടെ ട്രോഫിക്ക് നമുക്ക് നമ്മൾ ഇല്ല ബീജഗണിതം അല്ലെ ആൽജിബ്ര ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്കുകളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യമേ എങ്ങനെ എഴുതാം? ഇപ്പോൾ ട്രോഫി അല്ലേ, അപ്പുറത്ത് നമ്മൾ എഴുതിയത് കൊണ്ട് ഇപ്പുറത്തൊരു പാടുണ്ട്, നമ്മളതൊന്നും നോക്കണ്ട. ട്രോഫി അല്ലേ, ട്രോഫി മലയാളക്കാർക്ക് ട്രോഫിയെ നമുക്ക് എക്സ് എന്ന പേര് കൊടുക്കാം. പിന്നെന്താ, മെഡൽസ് അല്ലേ, മെഡൽസുകൾക്ക് മലയാളം മീഡിയക്കാർക്ക് മെഡൽസിന് നമുക്ക് എന്താ വൈ എന്ന പേരും കൊടുക്കാം. നമ്മൾ അങ്ങനെയല്ലേ ഇതുവരെ പഠിച്ചേ അല്ലേ. എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു. ഇനി നോക്കിക്കേ, 17 ട്രോഫിക്ക് എക്സ് ആണ് നോക്കാം. 17 ട്രോഫിക്കും പിന്നെ 16 മെഡലുകൾക്കും എക്സും വൈയും മനസ്സിലാക്കണേ. മെഡൽക്കും കൂടി എത്രയാണെന്ന് നോക്കിക്കേ, 2,180 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 16 ട്രോഫിക്കും എക്സ് പിന്നെ 17 മെഡലുകൾക്കും കൂടി മെഡലാണ് ഈസിക്കൽ ടു 2,110 രൂപ. അപ്പോൾ ഇക്വേഷൻ 2 കിട്ടി. ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. അപ്പുറത്ത് ഈ കണക്ക് ചെയ്തുകൊണ്ട് പതിഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, പിന്നല്ല നമ്മുടെ പിള്ളേരല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഇതിനകത്തിൽ വെട്ടി ചെയ്യാനോ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? പറ്റുന്നുണ്ടോ? നമുക്കിവിടെ എക്സിൻ്റെയോ വൈയുടെയോ വില കാണണം ഇല്ലേ. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇതിനകത്തിൽ ഒരേ വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ അറിയണം. ഇവിടെ നോക്കി അതൊന്നുമില്ല, ഡിഫറൻ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്കൊന്നും ഇല്ലേ, ഒരേ ടേബിളിലൊന്നും വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതിൻ്റെ LCM കേട്ടോ, LCM അങ്ങ് കാണാം. LCM എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന 2 എണ്ണവും കൂടി അങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മതി കേട്ടോ. ഇതിനെ ഒന്നിൻ്റെയും ടേബിളിൽ 2 എണ്ണവും വരുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ അല്ല, വ്യത്യാസമാണ്. അപ്പോൾ ആ 2 എണ്ണവും കൂടെ തങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മതി കേട്ടോ. LCM ഇൻഡ്യൂ ചെയ്താൽ മതി. അപ്പോൾ 7 6 6 42 ശിഷ്ടം 4 1 6 6 4 10 1 7 7 ഓരോന്ന് 1 2 7 2 272 നമുക്ക് കിട്ടുന്നത്. 272. അപ്പം ഇവിടെ നോക്കണേ, അപ്പം നമ്മളത് എങ്ങനെ എഴുതും? ഇവിടെ നമുക്ക് എത്ര വരണ്ടേ? 272 അല്ലേ. അപ്പോൾ 17ൻ്റെ കൂടെ 16 നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. 16 ഇൻഡ്യൂ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 200. അപ്പോൾ ആ 16 തന്നെ എല്ലായിടവും കൊടുക്കണം. ഓർമ്മയുണ്ടോ? നമ്മൾ ഏതാണോ എടുക്കുന്നത് അത് എല്ലായിടവും ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, എല്ലാവർക്കും കൊടുക്കണം. ആ റൂൾ വെച്ച് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ 16 എന്തോ എടുത്തത്? 17 നമ്മൾ എടുത്തത്. അപ്പോൾ ആ 17 നമ്മൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കുകയും വേണം. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? 17നെ 16 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. കേട്ടോണേ, 17നെ 16 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എത്രയാണെന്നറിയോ? 272 വരും കേട്ടോ. നിങ്ങൾ ഇൻഡ്യൂ ചെയ്യണേ കുഞ്ഞുങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയം അത്രയും പോവും. 17 × 16 272 കേട്ടല്ലോ. പ്ലസ് 16 × 16 256 എക്സും വൈയും ഇടാൻ മറക്കല്ലേ. വൈ ഈസിക്കൽ ടു 2,180 × 16 34,880 കിട്ടും. 34,880. അപ്പോൾ നമുക്ക് 3ാമത്തെ ഇക്വേഷൻ കിട്ടി. എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്നൊക്കെ അറിയാവേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ എക്സിൻ്റെ വൈയുടെ വില നമുക്ക് കാണണം. പക്ഷേ നമുക്ക് വെട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ല, ഒരു രീതിയിലും പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2ഉം കൂടി അങ്ങ് ഇൻഡ്യൂ ചെയ്തു. ഏത് സംഖ്യ വെച്ചാണോ ഇവിടെ നമ്മൾ ഈ 17നെ 16 കൊണ്ടാണ് ചെയ്തുകൊണ്ട് ആ 16 എല്ലായിടവും കൊടുക്കണം. 16നെ 17 കൊണ്ട് ചെയ്തുകൊണ്ട് ആ 17 എല്ലായിടവും കൊടുക്കണം. അത് നമ്മൾ നേരത്തെ ഉള്ള കണക്കിലെല്ലാം ചെയ്താൽ. ഇനി അപ്പോൾ 16നെ 17 കൊണ്ട് ചെയ്തപ്പോൾ എത്ര വന്നു? 272 എക്സ് പ്ലസ് 17 × 17 289 വൈ ഈസിക്കൽ ടു 2110 × 17
35,870 വരും കേട്ടോ. നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കണേ. കണ്ടല്ലോ കേട്ടോ. 2110 ഇൻറ്റു 17 ഒക്കെ നമ്മൾ ചെയ്തു, സംശയമൊന്നുമില്ലല്ലോ. ഇനി 2772 രണ്ടെണ്ണം വന്നാൽ കുറയ്ക്കണം. എക്സ് വൈ 0 ആണ്. 289 വൈയിൽ നിന്നും 256 വൈ പോയി കഴിഞ്ഞാൽ 33 വൈ ആണ് കേട്ടോ. ഈസിക്കൽ ടു 35,870 നിന്ന് 34, അതായത് ഇക്വേഷൻ 2-ൽ നിന്നും 1 മൈനസ് ചെയ്യണം കേട്ടോ. ഞാൻ എടുത്തെഴുതിയില്ല, 2-ൽ നിന്നും 1 മൈനസ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം 4-ൽ നിന്നും 3 മൈനസ് ചെയ്യും. 4-ൽ നിന്നും 3 മൈനസ് ചെയ്യും കേട്ടോ, കാരണം നമ്മളിങ്ങനെ ആക്കിയില്ലേ. അപ്പം നോക്കിയേ 34, അപ്പോൾ 990 വരും കേട്ടോ. കുറയ്ക്കുമ്പോൾ കുറച്ച് നോക്കണേ കേട്ടോ, കുറച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ y ഈസിക്കൽ ടു 990 ഡിവൈഡ് 33 ഈസിക്കൽ ടു 30 വരും കേട്ടോ. അപ്പോൾ വൈയുടെ വില നമുക്ക് കിട്ടി. y ഈസിക്കൽ ടു 30 കിട്ടി. വൈയുടെ വില കിട്ടി. ഈ 999 എന്നെ ചെയ്യാനറിയാമോ? 990 ഡിവൈഡ് 33, 1 33 33, 2 33 66, 3 33 99 കേട്ടോ. പിന്നെ ഈ 0 മേപ്പോട്ടിടും. അങ്ങനെയാണ് ഇവിടെ 30 വന്നത് കേട്ടോ. സംശയം വല്ലതും ഉണ്ടേ അന്നേരം ക്ലിയർ ചെയ്യണേ. അപ്പോൾ വൈ കിട്ടി. അപ്പോൾ വൈയുടെ വില ഇട്ട് നമുക്ക് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടായോ? ഫസ്റ്റ് ഏതാണ്? ഒന്നാമത്തെ നമുക്ക് ഇത് എഴുതാം. 17x പ്ലസ് 16y ഈസിക്കൽ ടു 2180. അതിലോട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 17x അതുപോലെ എഴുതി പ്ലസ് 16 ഇൻറ്റു വൈയുടെ വില നമുക്ക് കിട്ടി 30 ഈസിക്കൽ ടു 2180. 17x പ്ലസ് 16 3 48 അല്ലേ, 48 പിന്നെ 0 ഈസിക്കൽ ടു 2180. പിന്നെ 17x ഈസിക്കൽ ടു 2180. ഈ 480 ഇപ്പുറത്തിനും മൈനസ് 480. 17x ഈസിക്കൽ ടു 1700 കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പം അപ്പോൾ എക്സ് ഈസിക്കൽ ടു 1700/17. 17 കാണാൻ പറ്റുന്നില്ല. 17 ഈസിക്കൽ ടു 100 എക്സ് കിട്ടുന്നത്. ഈ എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ട്രോഫി. അപ്പോൾ ട്രോഫി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് ആണ് അല്ലേ. എക്സിൻ്റെ വില എന്താണ്? 100 രൂപയാണ് ട്രോഫിക്കും. മെഡലിന് നമ്മൾ എന്താ പറഞ്ഞത്? വൈ ആണ്. വൈയുടെ വില 30. അപ്പോൾ ട്രോഫിക്കാണ് വില കൂടുതൽ കേട്ടോ. മെഡൽസിന് 30 രൂപയുള്ളൂ. ഇനിയിപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ട്രോഫി മെഡലൊക്കെ തരുമ്പോൾ ഓർത്തോടെ മെഡൽ കൂടുതൽ ട്രോഫിക്കാണ് കേട്ടോ. മെഡൽസിന് 30 രൂപ. മനസ്സിലായോ? ഇത് സമാധാനത്തെ ഇരുന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ അടുത്ത ഒരു കണക്ക് നോക്കൂ നിങ്ങൾ. 6ാമത്തെ കണക്ക് നോക്കിക്കേ. 6ാമത്തെ 5 ഞാൻ എന്ന് വെച്ചാൽ 5 ഞാൻ ഒറ്റയ്ക്കിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്തു തരാം കേട്ടോ. അത് ഒറ്റ ലിങ്കിലായിട്ട് ഞാൻ ഇട്ട് തരാം. ഇത് നോക്കിയേ. എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ച് ഇൻ ദ ഡിജിറ്റ്. ഈ ഇൻ്റർചേഞ്ചിൻ്റെ നമ്മൾ ചെയ്തതല്ലേ. ഇൻ്റർചേഞ്ച് ഡിജിറ്റ് ഈസ് 9 more than 4 times ദ സം ഓഫ് ദ ഡിജിറ്റ്. വാട്ട് ഈസ് ദ നമ്പർ? ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. എത്ര? 6 മടങ്ങാണ്. ആ ചോദ്യം നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ? ഈ 6 മടങ്ങിൻ്റെ 4 മടങ്ങിൻ്റെയൊക്കെ അക്കങ്ങൾ പരസ്പരം ഒന്ന് മാറ്റിയാൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന നമ്മൾ ചെയ്തതാണ് നേരത്തെ. ഇൻ്റർചേഞ്ച് കേട്ടോ. കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. എന്നാൽ രണ്ടക്ക സംഖ്യ ഏതാണ്? നമ്മൾ ചെയ്ത ഒരു രണ്ടക്ക സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറഞ്ഞതാ അതിനൊരു റൂളുണ്ടല്ലേ. ഏത് റൂളാണ്? രണ്ടക്ക സംഖ്യ 10x പ്ലസ് y എന്ന റൂള് ഓർമ്മയുണ്ടോ? രണ്ടക്ക സംഖ്യയുടെ നമ്മൾ കണക്ക് നേരത്തെ ഒന്ന് ചെയ്തതാ. അറിയാവും, നേരത്തെ എൻ്റെ ലിങ്ക് കറക്റ്റ് കണ്ടവർക്കറിയാം. ഈ രണ്ടക്ക സംഖ്യയുടെ ഏത് കണക്കെന്ന് വെച്ചാൽ രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് തന്നെ 10 മുതൽ 99 വരെ അല്ലേ, ഇല്ലയോ? അപ്പോൾ അതിൻ്റെ ആ 10 എടുത്തോണം. അപ്പോൾ 10 ആ സംഖ്യകൾ ഏതാണെന്നറിയില്ല. എക്സ് പ്ലസ് വൈ രണ്ടക്ക സംഖ്യ റൂൾ ഓർത്തോണം കേട്ടോ. ഓക്കെ, അതാണ്. അപ്പം ഇവിടെ നമുക്ക് എന്താ രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണെന്ന് പറയുന്നുണ്ട്. നോക്കണേ നിങ്ങളെ, ഇതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഈ റൂള് വെച്ച് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ 6 മടങ്ങെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ കേട്ടോ സംഖ്യ ഏതാ? എക്സ് പ്ലസ് വൈ 6 മടങ്ങാണ്. അത് നമ്മൾ എഴുതി. ഇനി ഇതിനെ ഇൻ്റർചേഞ്ച് പരസ്പരം ഒന്ന് മാറ്റിയാൽ അത് നമ്മൾ പഠിച്ചതാണ്. 10y പ്ലസ് എക്സ് ഓർമ്മയുണ്ടോ? ചേഞ്ച് ചെയ്യുക.
അത് പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതണം. സംഖ്യയുടെ 4 മടങ്ങ്. ഇത് 6 മടങ്ങായപ്പോൾ 6 സംഖ്യ, 4 മടങ്ങായതുകൊണ്ട് 4 സംഖ്യ. എന്നിട്ട് അതിൻ്റെ 9 കൂടുതലാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അവിടെ മറക്കല്ലേ, 9 കൂടുതലാണെന്നും പറയുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇതിനെ നമുക്ക് ഇക്വേഷനിലോട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അതിനെ മാറ്റണം. ഇതിങ്ങനെ ഇക്വേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ മാറ്റണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും നോക്കിക്കേ. ഇതിനെ നമുക്കൊന്ന് മാറ്റാം. ഇപ്പോൾ 10 ഫസ്റ്റ് നമുക്ക് ഏതാ ഈ ഒന്നാമത്തേതിനെ മാറ്റാം അല്ലേ. നോക്കാം. 10x + y = 6x + y ആണ് ഒന്നാമത്തെ. നോക്കാം. 10x + y എന്നുള്ളതിനെ അതുപോലെ എഴുതി ബ്രാക്കറ്റ് വയ്ക്കുക. 6 × x 6x, 6 × y 6y അല്ലേ. കഴിഞ്ഞു ഇല്ലയോ? ഇനി നോക്കിയേ, ഇത് ഇപ്പുറത്ത് കിടക്കുകയല്ലേ. 10x-ഉം 6x ഇപ്പുറത്ത് കിടക്കുക. ഇപ്പുറത്ത് കിടക്കുമ്പം നോക്കിയേ, പോസിറ്റീവ് 6x ആണെങ്കിൽ അതെന്താണ്, ഇപ്പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് 6x ആവും. ഈ 10x-ൽ നിന്ന് 6x അങ്ങ് പോയാൽ മനസ്സിലാക്കണം ഇനി കേട്ടോ. 10x എന്ന് പറയുന്നതിനെ ഇത് ഈക്വൽ ഇപ്പുറവും കിടക്കുക, ഇത് അപ്പുറവും കിടക്കുക. അതിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് 6x എന്തോ ആവും, നെഗറ്റീവ് 6x ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ എത്ര? 4x. മനസ്സിലാക്കണേ. 4x കണ്ടോ, 4x. ഇനി y ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്, അവിടെ ഒരു എന്താ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് y ആണ്. ഇത് പോസിറ്റീവ് 6y ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് 6y ആയി കേട്ടോ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ കുറയ്ക്കുക, കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടുക കേട്ടോ. വലുതിൻ്റെ സൈൻ ഏതാ ഇവിടെ? y ആണോ വലുത്, -6y ആണോ വലുത്? ഇതല്ലേ. അപ്പോൾ വലുതിൻ്റെ മൈനസ്. മനസ്സിലാവുന്നുണ്ടോ? y +y ആവും ഞങ്ങളെ. ഈക്വൽ ഇപ്പുറത്ത് +6y ആണ്. അപ്പോൾ ഈ +6y നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ സൈൻ അങ്ങ് മാറും, -6y ആയിട്ട് മാറും കേട്ടോ. -6y ആയിട്ട് അത് മാറും. അപ്പോൾ +y -6y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം, കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കുറയ്ക്കാമെന്ന് വെച്ചാൽ 6y ന്ന് 1y പോയാൽ 5y. ഇതിനകത്തിലെ വലുത് ആരാണ്? 6y. അതിൻ്റെ -5y = 0. അപ്പോൾ നമുക്ക് എന്താ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ, ഇത് ഒന്നാമത്തെ ആണേ 1. ഇനി രണ്ടാമത്തെ 10y + x = 4x + y + 9 ഇങ്ങനെ ആവുന്നത് അല്ലേ. എളുപ്പമല്ലേ. നോക്കിയേ. 10y + x = 4 × x 4x, 4 × y 4y + 9. നമുക്ക് ഇങ്ങോട്ട് പൊക്കി എടുത്തുകൊണ്ട് വരാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്തെന്നറിയോ, ഇതിങ്ങനെ നോക്കിയേ. 10y + x-നെ അതുപോലെ എഴുതി ഇതിനെ സൈൻ മാറ്റുക. ഇപ്പോൾ പോസിറ്റീവ് 4x ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് 4x, +4y ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് 4y അല്ലേ. മനസ്സിലായോ? ഇത് +9 ആണ്, അത് =9 എന്നും കൂടും. =9 കേട്ടോ. കാരണം എന്താ, ഇതെല്ലാം വേരിയബിളിൻ്റെയാണ്, വേരിയബിൾ ഇല്ലാത്തത് 9 ആണ്. അപ്പോൾ =9. 10y ന്ന് 4y പോയി കഴിഞ്ഞാൽ ബാക്കി 10y ന്ന് 4y പോയി കഴിഞ്ഞാൽ ബാക്കി 6y അല്ലേ. പിന്നെ 4x ന്ന് 1x അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 3x അല്ലേ. പിന്നെ =9 കണ്ടോ. അപ്പം നമ്മൾ നോക്കിയേ, x y എന്നല്ലേ പറയേണ്ടത്. അപ്പം നമ്മൾ -3x കേട്ടോ, -3x ഇതിപ്പുറത്ത് വരുമ്പോൾ +6y = 9 ഇങ്ങനെ എഴുതാം. എന്ന് വെച്ചാൽ എക്സിനെ ഫസ്റ്റിൽ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എന്നാലും x y എന്നല്ലേ നമ്മൾ ഓർഡർ പറയുന്നത്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ. നോക്കിയാൽ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റാം. കാരണം ഇതെല്ലാം 3, 6, 9 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. 1 3 3 2 3 6 3 3 9 കണ്ടോ. അപ്പോൾ 1x + 2y = 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ഇക്വേഷനും കിട്ടി, രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഈ 1x എന്നുള്ളത് x എന്ന് എഴുതിയാൽ മതി. ഒന്ന് അറിയാൻ വേണ്ടി 1x എന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഐഡൻറ്റിറ്റിയും കിട്ടി. നമുക്ക് എഴുതാം. ഫസ്റ്റ് ഏതാ? 4x - 5y = 0. രണ്ടാമത്തത് 1x + 2y = 3. ഇതാണ് നമുക്ക് കിട്ടിയത്. നോക്കിക്കേ, രണ്ട് ഇക്വേഷനും കിട്ടിയെങ്കിൽ
നമുക്ക് ഇതിനകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുമ്പലത്തെ കൂട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കിയേ? വെട്ടാനോ എല്ലാം ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? വെട്ടാനോ വല്ലതും പറ്റുന്നുണ്ടോ നോക്കിയേ? ഒന്നും പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തങ്ങളിൽ അങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മതി. മുമ്പ് അങ്ങനെയല്ലേ ചെയ്തേ? തങ്ങളി ഇൻഡ്യൂ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 4 കേട്ടോ. ഒന്നും പറ്റുന്നില്ലെങ്കിൽ തങ്ങളി ഇൻഡ്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 4. അപ്പോൾ നമ്മളിവിടെ ഏതാ എടുത്തത്? 1 ആണ് എടുത്തത് അല്ലേ? ഇതിൻ്റെ 1. അപ്പോൾ ഇവിടെയും 1 വേണം, ഇവിടെയും 1 വേണം. അപ്പോൾ ഇവിടെ 4 വേണം, ഇവിടെയും 4 വേണം, ഇവിടെയും 4 വേണം. എന്നുവെച്ചാൽ ഇതിനെ 4 കൊണ്ട് ചെയ്യണം, ഇതിനെ 4 കൊണ്ട് ചെയ്യണം, ഇതിനെ 4 കൊണ്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 4ഉം 5 ഈ 4ൻ്റെ കൂടെ നമ്മൾ എത്രയാണ് ചെയ്തത്? 1 വെച്ചല്ലേ ചെയ്തത്. അപ്പോൾ ആ 1 ഈ മേളിൽ ഇതിനെല്ലാവർക്കും കൊടുക്കണം കേട്ടല്ലോ. ഇനി ഈ 1നെ നമ്മൾ എത്ര വെച്ചാൽ 4 വെച്ച് ചെയ്തുകൊണ്ട് ആ 4 ഇവിടെ എല്ലാവർക്കും കൊടുക്കണമെന്ന്. അപ്പോൾ നോക്കിയേ, ഒരു 4x മൈനസ് ഒരു 5y = 1 × 0 0. അടുത്ത ഒരു 4x പ്ലസ് 4x ഇവിടെ നോക്കണേ, 4x ഇവിടെ പ്ലസ് 2y മൈനസ് 4 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരുമെന്നറിയോ? അല്ല ഇൻറ്റു അല്ലേ? ഇൻറ്റു ആണ് 4 കേട്ടോ. മൈനസ് 2y ഇൻറ്റു കേട്ടോ, ഇൻറ്റു 4 ആണ്. ഒരു മിനിറ്റ്, കുറയ്ക്കാനായിരുന്നെന്ന് ഓർത്തോണേ നിങ്ങൾ. ഇവിടെ എന്താണ്? 2y പ്ലസ് 2y ഇൻറ്റു എന്താണ്? മൈനസ് കുറയ്ക്കാനാണെന്ന് അറിയാമല്ലോ, കുറയ്ക്കാം. -4 ആണ്. ഡിഫറൻറ്റ് നോക്കി, ഇൻറ്റു ആണ്. 2 × 4 8, വലിയതിൻ്റെ സൈന് മൈനസ് കേട്ടോ, അതാ വരുന്നത്. y = എത്ര? 3 4 12. അപ്പോൾ ഇക്വേഷൻ 2 കിട്ടി. ഇവിടെ ആർക്കും തെറ്റല്ല ഈ 8y വന്നത്. 4 വെച്ചാണ് 2 × 4. ഈ മൈനസ് വന്ന് നമുക്ക് കുറയ്ക്കാനുള്ള മൈനസ് ആട്ടോ. രണ്ട് ഇൻറ്റു 4 8 കേട്ടോ. ആ മൈനസ് വന്നത് ഈ മൈനസ്. ഓക്കെ, പിന്നെ 8y = 12. ഇവിടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ കുഞ്ഞുങ്ങളെ? 4x അല്ലേ? ഏതാണ്ട് ഇവിടെ 4x മൈനസ് 5y = 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ഈ രണ്ടാമത്തെ ഇക്വേഷൻ വന്നത് 4x, അതായത് ഇവിടെ 8 വന്നത് ഈ മൈനസ് ആണോ പ്ലസ്? അതായത് പ്ലസ് 2y ഇൻറ്റു എത്ര? 4 ആണ് കേട്ടോ. പ്ലസ് 2y ഇൻറ്റു 4 ആണ്. അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത്? പ്ലസ് വന്നത് കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെച്ചേക്കണേ. പ്ലസ് 2y ഇൻറ്റു 4 ആണ്. അപ്പോൾ 2 4 8 കേട്ടോ. അങ്ങനെയാണ് അവിടെ പ്ലസ് വന്നത്. ഓക്കെ, അത് ഡൗട്ട് വരില്ലേ? ഇനി 4x ന്ന് 4x പോയാൽ 0, 8y ന്ന് 5y പോയാൽ 3y. ചെറുതിൽ നിന്നും വലുത് കുറച്ച് കാണിച്ച കേട്ടോ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. പ്ലസ് = 12. അപ്പോൾ y = 12/3 = 4. അപ്പോൾ yയും കിട്ടി. എക്സ് കിട്ടിയായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ y കിട്ടി. അപ്പോൾ എക്സുമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? 4x മൈനസ് 5y ആണ് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ 4x = 5 ഇൻറ്റു വൈയുടെ വില ഇപ്പോൾ കിട്ടി 4 = 0. 4x ഈക്വൽ അല്ലേ ഇവിടെ മൈനസ്? 4x മൈനസ് 20 = 0. 4x = 20/4 അല്ല, x = 20/4. അപ്പോൾ x = 5 കാണാൻ പറ്റുന്നുണ്ടല്ലോ. x = 5. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യത്തിലുണ്ടായിരുന്ന ഒരു 2 അക്ക സംഖ്യയെ അല്ലേ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, വൈയുടെ വാല്യൂ എത്രയാണെന്നാണ് നല്ലപോലെ മനസ്സിലാക്കിക്കോണം. ഇവിടെ ഈ വന്നതിൽ ഈ ഡൗട്ട് മാറ്റിക്കോണേ കേട്ടോ. 2y ഇൻറ്റു 4 ആണ് ഇവിടെ കേട്ടോ. പ്ലസ് ആണ്, ഈ പ്ലസ് ഓക്കെ ചെയ്യാം. 4 5 ഈ ചാപ്റ്ററിൽ 2 കണക്കുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ 8 ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.